കോലഞ്ചേരി പള്ളിയിൽ നിന്നും കൊല്ലവർഷം 990 ഇടവക തിരിഞ്ഞ് പ്രകൃതി ഭംഗിയാൽ അനുഗ്രഹീതമായ കുറിഞ്ഞിമലയിൽ പാലാൽ കളപ്പുരയ്ക്കൽ കുടുംബക്കാരുടെ നേതൃത്വത്തിൽ പള്ളി സ്ഥാപിച്ച് ചേപ്പാട്ട് മോർ ദിവന്നാസ്യോസ് മെത്രാപ്പോലിത്തയാൽ കൂദാശ ചെയ്യപ്പെട്ട ഈ ദൈവാലയത്തിന് ഉൾമണ്ഡപം മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ കാണുന്ന രീതിയിൽ ഇരുവശത്തുമുള്ള ഒഴിവാരങ്ങളോടുകൂടി കൊല്ലവർഷം 1075 ആണ്ടിൽ പുതുക്കിപ്പണിത ഈ പള്ളിയുടെ കൂദാശ മലങ്കര മെത്രാപ്പോലിത്തയായിരുന്ന പുലിക്കോട്ടിൽ മോർ ദിവന്നാസ്യോസിൻ്റെ അനുവാദത്തോടെ കണ്ടനാട് ഭദ്രാസനത്തിൻ്റെ മുറിമറ്റത്തിൽ മോർ ഇവാനിയോസ് മെത്രാപ്പോലിത്തയുടെ സാന്നിധ്യത്തിൽ പരിശുദ്ധ പരിമല കൊച്ചുതിരുമേനി കൊല്ലവർഷം 1075 പള്ളിയുടെ കൂദാശ കർമ്മം നിർവഹിച്ചു. 5 ത്രോണോസുകളുള്ള മലങ്കര സഭയിലെ ആദ്യത്തെ ദൈവാലയമാണിത്. ഈ പള്ളിയിലെ പ്രധാന ത്രോണോസ് വിശുദ്ധ പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ നാമധേയത്തിലും മറ്റു ത്രോണോസുകൾ വിശുദ്ധ ദൈവമാതാവിൻ്റെയും വിശുദ്ധ ഗീവർഗീസ് സഹദായുടെയും വിശുദ്ധ യൂഹാനോൻ മാംദാനയുടെയും വിശുദ്ധ തോമാസ് ലീഹായുടെയും നാമത്തിൽ സ്ഥാപിതമായിരിക്കുന്നു. മലങ്കരയിൽ ചുരുക്കം ചില പള്ളികളിൽ മാത്രം കാണുന്ന കൊത്തുപണികളോടുകൂടിയ ത്രോണോസുകളും എണ്ണഛായാചിത്രങ്ങളും ഈ പള്ളിയുടെ പൗരാണികത്വത്തെയും മനോഹാരിതകളെയും എടുത്തു കാണിക്കുന്നു. മലങ്കര സഭയുടെ മഹാപരിശുദ്ധനായ പരിമല കൊച്ചുതിരുമേനിക്ക് താമസിക്കുവാൻ സ്വന്തമായി മുറിയുള്ള ഒരു ദൈവാലയമായിരുന്നു കുറിഞ്ഞിപ്പള്ളി. അദ്ദേഹം താമസിച്ച മുറി, കിടന്നുറങ്ങിയ കട്ടിൽ, ഇവ ഈ ദൈവാലയത്തിൻ്റെ നൂറ്റാണ്ടുകൾ പഴക്കം വന്ന പള്ളിമേടയിൽ ഇപ്പോഴും സംരക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അഭിവന്ദ്യരായ പിതാക്കന്മാർ എഴുന്നള്ളുമ്പോൾ മാത്രമാണ് ഈ മുറി തുറക്കുകയും ഇതിൽ പിതാക്കന്മാർ വിശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടാതെ പരിശുദ്ധ പിതാവിൻ്റെ തിരുശേഷിപ്പ് കൊച്ചി ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പോലിത്തയായിരുന്ന പുണ്യശ്ലോകനായ ഗീവർഗീസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി 1979 ഈ ദൈവാലയത്തിൽ സ്ഥാപിച്ചു. പരിശുദ്ധൻ്റെ കബറിടത്തിൽ മോർ ശമുവേൽ പിതാവിൻ്റെ തിരുശേഷിപ്പ് കൂടി അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഈ ഖബർ അനേകായിരങ്ങളുടെ അഭയകേന്ദ്രമായി ഇന്നും കുറിഞ്ഞിയുടെ ദേശത്ത് പരിലസിക്കുന്നു. നാനാജാതി മതസ്ഥരായ അനേകം വിശ്വാസികൾ പരിശുദ്ധ പിതാവിൻ്റെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ട് അനുഗ്രഹം പ്രാപിക്കുന്നു. മഞ്ഞിനിക്കരയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മോറോൻ മോർ ഇഗ്നാത്യോസ് ഏലിയാസ് തൃതീയൻ പാത്രിയർക്കീസ് ബാവ 1932 ഈ പള്ളിയിൽ എഴുന്നള്ളി പള്ളിയിൽ താമസിച്ച് ശുശ്രൂഷിച്ച് ഇടവകയെ അനുഗ്രഹിച്ച് ധന്യമാക്കുകയും പുണ്യവാനായ ആലുവയിലെ വലിയ തിരുമേനിയുടെ പാദസ്പർശത്താൽ ഈ ഇടവക അനുഗ്രഹീതമായി തീരുകയും പാദസ്പർശത്താൽ ഈ ഇടവക അനുഗ്രഹീതമായി തീരുകയും ചെയ്തു. കാലാകാലങ്ങളിൽ മലങ്കര സഭയിലേക്ക് എഴുന്നള്ളിയിട്ടുള്ള പരിശുദ്ധരായ പിതാക്കന്മാരെല്ലാം തന്നെ ഈ ദൈവാലയം സന്ദർശിച്ചിട്ടുണ്ട്. 1982 ഫെബ്രുവരി 8 അന്ത്യോക്യയുടെയും കിഴക്കൊക്കെയുടെയും അധിപനായ പരിശുദ്ധ പത്രോസിൻ്റെ ശ്ലൈഹിക സിംഹാസനത്തിൽ ഭാഗ്യമോടെ വാണരുളുന്ന മോറാൻ മോർ ഇഗ്നാത്യോസ് സഖാപ്രഥമൻ പാത്രിയർക്കീസ് ബാവ ഈ പള്ളിയിൽ എഴുന്നള്ളി വരികയും ഇന്നത്തെ നാടകശാല പുനർനിർമ്മിക്കുകയുണ്ടായി. വളരെ പൗരാണികമായ സുറിയാനി ഭാഷയിൽ രചിച്ചിട്ടുള്ള പള്ളിമാളികയിൽ കാണുന്ന ഈ ശിലാഫലകം മലയക്കുരിശു ദയറായിൽ താമസിക്കുന്ന വന്യ ഫിനഹാസ് റമ്പാച്ചനാണ് വിവർത്തനം ചെയ്തിരിക്കുന്നത്. അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്: അന്ത്യോക്യായുടെയും കിഴക്കൊക്കെയുടെയും ശ്ലൈഹിക സിംഹാസനത്തിൽ വാഴുന്ന നമ്മുടെ പിതാവായ ശ്രേഷ്ഠ പാത്രിയർക്കീസ് ബാവ മോറാൻ മോർ ഇഗ്നാത്യോസ് പത്രോസ് തൃതീയൻ്റെയും മലങ്കര മെത്രാപ്പോലിത്ത ശ്രേഷ്ഠ യൂസേഫ് മാർ ദിവന്നാസ്യോസിൻ്റെയും
ഈ ഇടവകയുടെ മെത്രാപ്പോലിത്ത ശ്രേഷ്ഠ പൗലോസ് മാർ ഇയാവാനിയോസിൻ്റെയും നാളുകളിൽ ബഹുമാനപ്പെട്ട ഗീവർഗീസ് കശീശ വികാരിയായി ശുശ്രൂഷിക്കുകയും ചെയ്യുമ്പോൾ മെശിഹാകാലം 1891 ഈ വാസസ്ഥാനം പണിയപ്പെട്ടു. പള്ളിക്ക് കല്ലിട്ടത് യാക്കോബ് വൃതാനയുടെ ഓർമ്മ ദിവസമായ വൃശ്ചികം 28 ആയതിനാൽ പ്രധാന പെരുന്നാളും പരിശുദ്ധൻ്റെ ഓർമ്മ പെരുന്നാളും ഒരുമിച്ച് കൊണ്ടാടപ്പെടുന്നു. ഈ ഇടവക അംഗവും പള്ളിയിലെ അന്ത്യോക്യ വിശ്വാസ സംരക്ഷണ സമിതിയുടെ സ്ഥാപക പ്രസിഡന്റുമായിരുന്ന പാലാൽ പരേതനായ ശ്രീ PI അയ്യപ്പ അവരുകളെ പരിശുദ്ധ പത്രികർക്കിസ് ബാവ ഷെവ്ലിയർ സ്ഥാനം നൽകി ആദരിച്ചു. 2002 സ്ഥാപിതമായ യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷനിൽ ഈ ദേവാലയം അംഗമാണ്. 2002 പുത്തൻകുരിശ് പത്രിക സെൻട്രൽ വെച്ചുകൂടി പാസാക്കിയ യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി സഭ വർണറിനോടും അന്ത്യോക്യ സിംഹാസനത്തോടും പരിശുദ്ധ പത്രികർക്കിസ് ബാവായോടും ശ്രേഷ്ഠ കാതോലിക്ക ബാവായോടും മറ്റ് മെത്രാപ്പൊലീത്തമാരോടും എപ്പിസ്കോപ്പൽ സിനോദോസിനോടുമുള്ള കൂറും വിധേയത്വവും ഈ ഇടവക ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കുന്നു. പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൻ്റെ കീഴിൽ സത്യവിശ്വാസത്തെ അഭംഗുരമായി കാത്തുപരിപാലിക്കുന്ന യാക്കോബായ സുറിയാനി സഭയിലെ ആത്മീയ നേതൃത്വത്തിൽ ഈ ഇടവക എന്നും ധന്യമാണ്.